ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ് ആട്ടോ. അതായത് മദേഴ്സ് ഡേക്ക് നിങ്ങളുടെ അമ്മമാർക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടും അതേമാതിരി ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ബൊക്കറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 30 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു വിടത്തിൽ വരുന്ന സാറ്റിൻ റിബൺ എടുത്തിട്ട് കംപ്ലീറ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ രണ്ട് എഡ്ജിലും ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഈ ഒരു കാണുന്ന ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ വീണ്ടും ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ആ സ്കെയിലും കൂടെ നമ്മൾ റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബാംബൂ സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റിലും ഇത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. സർക്കിൾ ഷേപ്പിൽ നമ്മളിതൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ടുള്ള റോസ് ഫ്ലവർ ഇവിടെ റെഡി. അപ്പോൾ സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട് പല ടൈപ്പിലുള്ള റോസ് ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒരു ബൊക്കെ ആക്കി എടുക്കാം. അപ്പോൾ ബൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റാപ്പിംഗ് പേപ്പർ ഉണ്ട്. അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് കോണാക്കി മടക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ബൊക്കെ ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡിസൈനൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൾഡ് ചെയ്തിട്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കിതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇങ്ങനത്തെ ഇതുപോലത്തെ റൈറ്റൊക്കെ ഞാൻ മുന്നിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ.